നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജീവിത യാത്ര എൻ്റെ യാത്രയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ യാത്ര ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ഈ ശരീരത്തിൽ യാത്ര ചെയ്യുന്നു, ഈ ശരീരം യാത്ര ചെയ്യുന്നു, ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നു, ലോകം എന്നോടൊപ്പം യാത്ര ചെയ്യുന്നു. അപ്പോൾ യാത്രയുടെ സെൻറ്റർ ഞാനാണ്. അപ്പോൾ ഈ യാത്ര നടത്തുമ്പോൾ എങ്ങനെയാണ് ഈ യാത്ര നടത്തേണ്ടത് എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ പല കാര്യങ്ങളും അനുഭവിക്കുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു, പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആൾ ഞാനാണ്. അപ്പം എൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങളാണ് എൻ്റെ നോളജ്. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഉപയോഗിക്കേണ്ടതാണ് എൻ്റെ ഈ നോളജ്, എല്ലാ വിഭവങ്ങളും. അത് പല സ്റ്റേജിലും പലതും ആവും. കുട്ടിക്കാലത്ത് ഉള്ള നോളജ് അല്ല, കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് താല്പര്യം. സ്കൂൾ നഴ്സറി റൈം ബുക്സ് ഉണ്ട്, ആൽഫബറ്റ്സിൻ്റെ ബുക്സ് ഉണ്ട്. അത് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു, അടുത്ത തലത്തിലേക്ക് പോകുന്നു. അത് നശിപ്പിക്കുന്നില്ല, നമ്മൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ നോളജിനെ എടുത്ത് നമ്മുടേതാക്കുന്നു. അങ്ങനെ ഓരോരോ ശാഖകളിലൂടെ ഓരോ സ്പെഷ്യാലിറ്റീസ് എത്തിച്ചേരുന്നു. അപ്പോൾ ആ സ്പെഷ്യാലിറ്റിയിൽ ചെല്ലുമ്പോഴും ആ നോളജ് ഞാൻ ഉപയോഗിക്കേണ്ട നോളജാണ്. നോളജ് എന്നെയല്ല ഉപയോഗിക്കേണ്ടത്. ഇവിടെയാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ കീഴ്പ്പെടുത്തുമോ? അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ആരാണ് ഈ നോളജ് ഉണ്ടാക്കിയത്? ഞാനാണ് ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ ക്രിയേഷനായിട്ട് കണക്റ്റഡാണ്. അതുകൊണ്ടാണ് ഐനെസ് മൈൻഡ്നെസ് ഇതെല്ലാം ഉപേക്ഷിക്കണം എന്ന് മാസ്റ്റേഴ്സ് പറയുന്നത്. രമണ മഹർഷിയായാലും രാമകൃഷ്ണ പരമഹംസനായാലും നമ്മുടെ ഉപനിഷത്തിൽ കടന്നുപോയാലും എല്ലാം കാണുന്നത് ഞാൻ, അസ്മിതം, അത് അവോയ്ഡ് ചെയ്യണം. എൻ്റെ അറ്റാച്ച്മെൻറ്റ്സ്. കാരണം അറ്റാച്ച്മെൻറ്റ്സ് ആ
കാര്യത്തെ എന്നെ ഭരിക്കാൻ അനുവദിക്കുകയാണ്. എന്തൊരു കാര്യമായാലും, ഒരു ഫ്രിഡ്ജാണെങ്കിലും ഒരു ടി വി ആണെങ്കിലും ഒരു പെന്നാണെങ്കിലും, ഒരു പെണ്ണ് തന്നെ ഒരാളെ കീഴ്പ്പെടുത്തും. ഈ അടുത്ത് തട്ടിയും മുട്ടിയും എന്നുള്ളൊരു സീനുണ്ട്. അതിൽ അർജുനന് കുട്ടിക്കാലത്ത് പെട്ടുപോയ ഒരു പെണ്ണ്, അത് കാരണം ഒരാൾ ഇയാളെ പറ്റിക്കുകയാണ്. ആ പെണ്ണ് തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് പൈസ കൊടുത്തിട്ട് ഈ പെണ്ണ് വാങ്ങുകയാണ്. എന്തിനും നമ്മളെ കീഴ്പ്പെടുത്താനാവും. ഒരു ചരട് കഴുത്തിലിട്ട് ആ ചരടിന് നമ്മൾ കീഴ്പ്പെടുത്താൻ പറ്റും. അതുപോലെ നോളജ്, നമ്മളാണ് അതിന് മൂല്യം കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ വിടാനുള്ള അധികാരം എനിക്കില്ല. എപ്പോഴാണ് അത് സാധിക്കുക? ഞാൻ ഹയർ ലെവലിലേക്ക് എത്തുമ്പോൾ മാത്രമേ താഴെയുള്ളത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടിക്കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഡിറ്റാച്ച് ചെയ്തത്? നമ്മൾ ഉയർന്ന ക്ലാസ്സിലേക്ക് എത്തിയപ്പോൾ നഴ്സറി റൈം ബുക്സ് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നു. അത് കൊണ്ടു നടക്കാൻ തോന്നുന്നില്ല, കാരണം നമ്മൾ ഉയർന്നു. അതുപോലെ തന്നെ നമ്മൾ ഹയർ ലെവലിലെത്തുമ്പോൾ ഇനിയും ഹയർ ലെവലിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ലോ ടെൻഡൻസീസ് നമ്മൾ വിട്ടുപോകുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നമ്മളെപ്പോഴും മുകളിലത്തെ സ്റ്റേറ്റിൽ നിന്ന് താഴേക്ക് നോക്കാനുള്ള കഴിവുണ്ടാക്കണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്രായമാകുമ്പോൾ ഈഗോ സ്ട്രോങ് ആയി വരുന്നു. മുകളിലത്തെ തട്ടിൽ ഞാൻ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയുള്ള ക്രിയേഷൻ, ഇന്നസെൻസ് നഷ്ടപ്പെടുന്നു. അതെന്നെ ഭരിക്കാൻ തുടങ്ങും. കുട്ടിക്കാലത്തുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള ഇന്നസെൻസ് നഷ്ടപ്പെടുത്തിയിട്ട് പ്രായമാകുമ്പോൾ ഈ ക്രിയേഷൻ ആണ് പിന്നെ ഞാനായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഗൈഡൻസ് സ്വീകരിക്കാൻ തയ്യാറാണ്. കുട്ടിക്കാലത്ത് എന്തുകൊണ്ടാണ് നമുക്ക് ഉയരാൻ സാധിച്ചത്? നമ്മൾ ഗൈഡൻസ് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. പാരൻസ് പറഞ്ഞത് ഒബേ ചെയ്തു, ടീച്ചേഴ്സ് പറയുന്നത് ഒബേ ചെയ്തു. നമ്മൾ ഒബീഡിയൻസാണ് നമ്മളെ ഉയർത്തിയത്. പ്രായമാകുമ്പോൾ ഒബീഡിയൻസ് ഇല്ലാണ്ടായി മാറുന്നു. ഓൾമോസ്റ്റ് ഇല്ല എന്ന് പറയാം. നിയമങ്ങൾ ഒബേ ചെയ്യുന്നില്ല. ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതാരും ഒബേ ചെയ്യുന്നില്ല. നിയമങ്ങൾ അവിടെ എഴുതി വയ്ക്കുന്നു, നമുക്ക് കാണിച്ചു തരാം ഇതൊക്കെയാണ് ഒബേ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഒബേ ചെയ്യില്ല. കാരണം എനിക്കറിയാം ഞാനതെങ്ങനെ വളച്ചൊടിക്കാം എന്നാണ് പിന്നെ ചിന്തിക്കുന്നത്. അപ്പോൾ ഗൈഡൻസ് സ്വീകരിക്കാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരുന്നു. ശരിക്കും അത് കൂടി വരേണ്ടതാണ്. നമ്മളെക്കാളും ഹയർ ലെവലുള്ള ഗൈഡ്സ് നമുക്ക് ഗൈഡ് ചെയ്യാൻ തയ്യാറാകും. അവരുടെ ക്യാരക്ടറും ഉണ്ട്. അവർ ഗൈഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറും ഉണ്ടാണ്. അവരുടെ അറിവ് കൊണ്ട് മാത്രമല്ല. അപ്പോൾ ദാജി അറിവ് കൊണ്ട് മാത്രമല്ല നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കൊണ്ടാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത്. എല്ലാ ബിസിനസ്സും അദ്ദേഹത്തിന് ട്രാൻസെൻഡ് ചെയ്യാൻ സാധിച്ചിട്ട് ഇപ്പോൾ ഒരു ആശ്രമത്തിൽ ശ്രീരാമചന്ദ്ര മിഷൻ്റെ പ്രസിഡൻ്റായി, ഹാർട്ട് പ്ലസിൻ്റെ മാസ്റ്ററായിട്ട് ഇപ്പോൾ ഇരിക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അദ്ദേഹത്തിന് ആ എസെൻസ് എല്ലാം അദ്ദേഹം സ്വീകരിച്ച് അദ്ദേഹത്തിന് ഗൈഡൻസ് സ്വീകരിക്കാൻ സാധിക്കും. ഹയർ ഗൈഡൻസ് സ്വീകരിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മാസ്റ്ററിലേക്ക് കണക്റ്റഡ് ആയിരിക്കുന്നു. ഒബീഡിയൻസ്. അപ്പോൾ നമുക്ക് ആ ഒബീഡിയൻസിനുള്ള ആ സ്കില്ല്, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എന്നുള്ളത് എന്നെക്കാളും ഹയർ ആയിട്ടുള്ള തലത്തിൽ നിന്നും വർക്ക് ചെയ്യാനുള്ളൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് മാറ്റുമ്പോൾ നമുക്ക് ശരിക്കുള്ള തിരിച്ചറിവുണ്ടാവുന്നു, ഗൈഡൻസ് ഉണ്ടാവുന്നു, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നു, കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല. പിന്നെ ഈ ലോകം നമ്മൾ ഒരിക്കലും താഴ്ത്തില്ല. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നമ്മൾ താഴ്ത്താൻ സാധിക്കില്ല. കാരണം ഞാൻ അതിൻ്റെ മുകളിലുള്ള സ്റ്റേറ്റിൽ നിന്ന് ആണ് ഇപ്പോൾ ഗൈഡൻസ് സ്വീകരിക്കുന്നത്. ഇനിയും അറിവുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ അറിവുകൾ ഉപയോഗിക്കുന്നത് ഈ ഇൻസ്ട്രുമെൻ്റായിട്ട് ഞാനാണ്. എന്നാൽ ഇൻസ്ട്രുമെൻ്റായിട്ട് ഞാൻ പ്രവർത്തിക്കാൻ എന്നേക്കാളും ഉയർന്ന ഗൈഡൻസിൽ നിന്ന് ഉള്ള ഹെൽപ്പ് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അതാണ് സമർപ്പണം സറണ്ടർ എന്ന് പറയുന്നത്. ഈ സറണ്ടർ എന്നുള്ള ആ ഭാവം വരുമ്പോൾ നമുക്ക് പേടിയില്ലാണ്ടായിട്ട് മാറും, ഭയമില്ലാണ്ടായിട്ട് മാറും. അപ്പോൾ എഡ്യൂക്കേഷനിൽ ആദ്യം തന്നെ ഈ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കാൻ നമുക്ക് ഭയമില്ല. നമുക്കൊരു തോൽവി ഉണ്ടെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ലാത്തതായി, അതുകൊണ്ട് നമ്മൾ അത് ആവശ്യമില്ല, അത് വിട്ടുപോകാൻ നമുക്ക് സാധിക്കും. നേരെ കുറച്ചൊരു വിജയം ഉണ്ടെങ്കിൽ അതും വിട്ടുപോകാൻ സാധിക്കും. അത് ആ സമയത്ത് അങ്ങനെ വേണ്ടിയിരുന്നു. അത് വിജയിക്കേണ്ടത്, ഞാൻ ഈ പ്രവൃത്തി ചെയ്യേണ്ടതായിരുന്നു, ഇത് എന്നിലൂടെ സാധിക്കേണ്ടതായിരുന്നു, അത് സാധിച്ചു കഴിഞ്ഞു നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കും. ഇതിലേക്കും നമ്മൾ കണക്ട് ചെയ്യാതെ വീഴാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഈ ഒരു തത്വം നമ്മൾ ഓർക്കണം. എൻ്റെ ക്രിയേഷൻ, എൻ്റെ ശരീരം കൂടി, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത യഥാർത്ഥത്തിൽ എന്നേക്കാളും സബ്സർവിയൻ്റ് ആണ് എന്നുള്ള ബോധം വരാനും, അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കീഴ്പ്പെടുത്തരുത്, ഞാൻ എന്നെ നയിക്കുന്ന ഗൈഡിങ് ഫോഴ്സിലേക്കാണ് കണക്റ്റഡ് ആവേണ്ടത്. അപ്പോൾ അവിടെയാണ് ഒരു മാസ്റ്ററുടെ പ്രാധാന്യം വരുന്നത്. കാരണം അദ്ദേഹം അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ മാസ്റ്ററെ മനസ്സിലാക്കുന്നത്. മാസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ മാസ്റ്റർ ഹൈറാർക്കി ഓഫ് മാസ്റ്റേഴ്സിനെയാണ് ഒബേ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലോവർ ഇമ്പൾസസ് അല്ല, നമ്മൾ പറയുന്നത് കേട്ടിട്ട് ചെയ്യല്ല ചെയ്യുന്നത്, മിഷൻ നടത്തുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം
ഹൈറാർക്കി ഓഫ് മാസ്റ്റേഴ്സ് പറയുന്നത്. കാരണം അവരിവിടെ ഭൂമിയിലില്ല, എന്നിട്ടുകൂടി അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ സാധിക്കുന്നു. എന്തൊരു അത്ഭുത! നമ്മൾ എത്രത്തോളം പ്രകോപിപ്പിച്ചാലും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ഇളക്കവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം ഗൈഡഡാണ്. ഈ തരത്തിലുള്ള ഗൈഡൻസിലേക്ക് നമുക്ക് കണക്റ്റ് ആവാൻ നമുക്കൊരു ലിവിങ് മാസ്റ്റർ ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എഡ്യൂക്കേഷനിൽ എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ ഒരു സെഷൻ നമ്മൾ എടുക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.